ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു സിനിമയിലെ ഒരു പാട്ടുണ്ട്, കൊച്ചി പച്ചാളത്തൊരു പട്ടി കുരച്ചാൽ ബ്രിട്ടൻ ഞെട്ടൂല. അതിന് അനുബന്ധമായി എം സ്വരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസംഗ വാചകവും എടുക്കാം. നമ്മൾ അവിടെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പ്രകടനം നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്ന് പറയരുതെന്ന്. രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിന് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന രണ്ട് ഉദാഹരണങ്ങളാണ്. ചില ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ഈ വലതുപക്ഷ നിരീക്ഷകരും വലത് മാധ്യമങ്ങളും പറയുന്നു, CPM നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, വിമത ശബ്ദങ്ങൾ, CPM പ്രബലരായി നിന്ന ആളുകൾ സ്വതന്ത്രരായി മത്സരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ CPM ബാധിക്കും എന്നാണ് ഒരു പക്ഷം. അങ്ങനെയാണ് പൊതുവെയുള്ള നിരീക്ഷണം. PK ശശി, A സുരേഷ്, G സുധാകരൻ, രാജേന്ദ്രൻ, അതുപോലെ തന്നെ CC മുകുന്ദൻ, അങ്ങനെ തുടങ്ങിയ CPM CPI നേതാക്കൾ, കണ്ണൂരിലെ കുഞ്ഞികൃഷ്ണൻ, അതുപോലെ ഗോവിന്ദൻ, TK ഗോവിന്ദൻ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ, ഇവരൊക്കെ CPM CPI ഒക്കെ, പ്രത്യേകിച്ച് ഇടതുമുന്നണി എന്ന് നമുക്കറിയാം, ഇടതുമുന്നണിയുടെ വലിയ മുഖങ്ങളായിരുന്നു. TK ഗോവിന്ദൻ ഇപ്പോഴാണ് ശ്രദ്ധയിൽ വരുന്നതെങ്കിലും കണ്ണൂരിൽ വലിയ സ്വാധീനമുള്ള CPM നേതാവാണ്. ഈ ആളുകളൊക്കെ വിമത സ്വരം ഉയർത്തുകയും സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് പറയുന്നു, വിമത സ്വരം ഉയർത്തുന്നു, വിമത സ്ഥാനാർത്ഥികളാകുന്നു. ഇത് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെയും ഇടതുമുന്നണിയുടെ തുടർഭരണ സാധ്യതയെയും പിന്നോട്ട് വലിക്കും, പിന്നാക്കം വലിക്കും എന്നാണ് ഒരു പക്ഷം കരുതുന്നത്. അതാണ് ഞാൻ എം സ്വരാജിന്റെ ആ പ്രസംഗം കോട്ട് ചെയ്ത് ഇതിനെ നമുക്ക് സമരസപ്പെടുത്തിയെടുക്കാം. അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ പ്രകടനം നടത്തിയാൽ എന്ത് പ്രശ്നമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ ഗ്യാസിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ, CPM ഇതൊന്നും പ്രശ്നമല്ല, പച്ചാളത്തൊരു പട്ടി കുറച്ചാൽ ബ്രിട്ടൻ ഞെട്ടൂല എന്ന തരത്തിലുള്ള ഇടതുമുന്നണിയുടെ പിടിവാദത്തിന് ഒരു വെല്ലുവിളിയാണ് സ്വരാജിന്റെ വാക്കിൽ പറഞ്ഞാൽ ഈ പ്രതിഷേധങ്ങളും ഇറങ്ങിപ്പോക്കും, വിമത സ്വരവും, സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും. ഇനി ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? CPM പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകളുണ്ട്, CPIക്കും അതുപോലെ തന്നെ. അവിടെ വലിയ ഒച്ചപ്പാടുകളും അനക്കമോ വലിയ ജാടയോ ജാർഗൻസോ ഒന്നും ഇല്ലാതെ തന്നെ ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യുന്ന രീതിയിൽ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനകത്ത് ഒരു തർക്കവുമില്ല. പാർട്ടി അനുഭാവികൾ, ഇടത് പക്ഷത്തോട് കൂടുള്ളവർ, ഇടത് ചിന്തയിൽ ലയിച്ചു നിൽക്കുന്നവർ, ഇടതുപക്ഷമാണ് ശരിപക്ഷമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ, അവരൊക്കെ പാർട്ടിക്ക് അതീതമായി, വ്യക്തികൾക്ക് അതീതമായി രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഫൈറ്റ് ചെയ്യുന്ന MLA-മാരിൽ ഭൂരിഭാഗം ആളുകളും ജയിച്ചു പോകും. അതിനകത്ത് ഒരു തർക്കവുമില്ല. നിലവിൽ 92 ആണെങ്കിൽ അതിനകത്ത് മത്സരിക്കുന്ന ആളുകളിൽ ഒരു 70 MLA-മാർ, 70 പേര് ഉറപ്പായും ജയിക്കും. അതുകൊണ്ടാണ് തുടർഭരണം CPM ഇടതുമുന്നണി ഉറപ്പിക്കുന്നത്. 71 കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കുമല്ലോ, ഭരിക്കാൻ പറ്റും, കേവല ഭൂരിപക്ഷമായി ഭരിക്കാൻ പറ്റും. അതേ അവസരം ഇവർക്ക് പിന്തുണ, സുധാകരന് UDF പിന്തുണ കൊടുക്കുന്നു, CC മുകുന്ദന് BJP പിന്തുണ കൊടുക്കുന്നു, TK ഗോവിന്ദന് UDF പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ഇവർ പിന്തുണച്ചത് കൊണ്ട് അവർ ജയിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? G സുധാകരൻ എങ്ങനെ അമ്പലപ്പുഴയിൽ ജയിക്കും എന്ന് പരിശോധിച്ചാൽ, G സുധാകരന് അവിടെ ഒരുപാട് കുടുംബ പേരുകളുണ്ട്, പിന്നെ 6 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുണ്ട്, പലതവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ഒരുപക്ഷെ വോട്ട് നേടി G സുധാകരൻ ജയിച്ചു പോയേക്കാം. എങ്കിൽ തന്നെയും എച്ച് അതുപോലെ തന്നെ പിന്തുണ ഇല്ലേ എന്ന് ചോദിക്കാം. എച്ച് KSU ഒക്കെ ആയിരുന്നു, പിന്നീട് SFIയിലോട്ട് കൊണ്ടുവന്നതൊക്കെ G സുധാകരനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എച്ച് ഒരുപക്ഷെ തോറ്റുപോയാൽ തന്നെയും G സുധാകരൻ ജയിച്ചാലും ആശയങ്ങൾ അടിയറ വയ്ക്കുന്നില്ല. ആശയങ്ങൾ അടിയറ വയ്ക്കാത്ത നേതാവായതുകൊണ്ട് G സുധാകരന് വോട്ട് ചെയ്യുന്നതിൽ ഒരു പക്ഷേയെങ്കിൽ അമ്പലപ്പുഴക്കാർ വിമുഖത കാട്ടിയേക്കില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ സ്ഥിതി അതല്ല. ഐഷ പോറ്റി വിട്ടുപോയി. കൊട്ടാരക്കര മുഴുവൻ ഐഷ പോറ്റിയുടെ കൂടെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി. വലതു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഐഷ പോറ്റിക്ക് ലഭിക്കാവുന്ന പോറ്റി സമുദായത്തിന്റെ വോട്ടുകൾ 18,000 വോട്ടുണ്ട്. അതിൽ 10,000 വോട്ടെങ്കിലും ഐഷ പോറ്റിക്ക് ലഭിക്കും. അതുപോലെ തന്നെ അവിടെ പരമ്പരാഗതമായി UDFന് ലഭിക്കുന്ന വോട്ട്, UDF മണ്ഡലമാണെന്നാണ് പറയുന്നത്, UDFന് ലഭിക്കുന്ന വോട്ട് അത് കൃത്യമായി ഐഷ പോറ്റി സ്കോർ ചെയ്യും. എന്നാൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അനഭിമതരായി മാറിയ പാർട്ടിക്കാരോ കോൺഗ്രസ്സുകാരോ അവര് ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാൻ സമ്മതിക്കുമോ? തോൽക്കണം എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അങ്ങനെ ആ വോട്ട് ആർക്ക് പോകും? KN ബാലഗോപാൽ സ്വാഭാവികമായി ലഭിക്കുമല്ലോ. BJPയുടെ വോട്ട് രശ്മിക്ക് തന്നെ ലഭിക്കില്ലേ? BJP ഐഷ പോറ്റി ആയതുകൊണ്ട് BJPയിൽ അല്ലെങ്കിൽ ഹിന്ദു
ഭൂരിപക്ഷ വോട്ടുകൾ ഐഷ പൊറ്റിക്ക് ലഭ്യമാകുമെന്ന് പറയുന്നത് എങ്ങനെയാണ്? രശ്മി പോകുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കുറെ രശ്മി കൊണ്ടുപോകില്ലേ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരുടെ വോട്ടാണ് ചിന്നിച്ചിതറുന്നത്. UDF-നും BJP-ക്കും കിട്ടാവുന്ന വോട്ടുകളാണ് ചിതറിപ്പോകുന്നത്. KN ബാലഗോപാലിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. ഇത് 2-3 മണ്ഡലങ്ങളുടെ കാര്യം മാത്രമേ ഈ സമയപരിമിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ഇതിനെ ഈ മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ വരികയാണെങ്കിൽ തുടർ ഭരണം ഉറപ്പാണ്. 92-ൽ 40 പോട്ടെ, 40 പോയി കഴിഞ്ഞാൽ, അല്ല 40 അല്ല, ഒരു 30 സീറ്റ് പൊക്കോട്ടെ. 30 സീറ്റ് UDF അധികം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ 30 അല്ല, ഒരു 25 സീറ്റൊക്കെ UDF-ന് അധികം പിടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കനകോല് തന്നെ പറയുന്നത്. UDF-ന് ടോട്ടലായിട്ട് ഒരു 20 സീറ്റ്, 42-ൽ നിന്ന് 20ഓളം എത്താൻ പറ്റും. ബാക്കി കുറച്ച് BJP ധാരണയുള്ള സീറ്റുകളുണ്ട്. BJP 4-5 സീറ്റുകളിൽ വിജയിക്കുമെന്ന് UDF തന്നെ കരുതുന്നുണ്ട്. 15 സീറ്റാണ് അവരുടെ ലക്ഷ്യം. ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ ഒരു സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ BJP കുറെ 3-4 സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ നിലപരിങ്ങലിലാകുന്നത് UDF-ന്റെയാണ്. അവരങ്ങനെ പ്രതിപക്ഷത്തെ വീണ്ടും ഒതുങ്ങും, ഭരിക്കാൻ LDF തന്നെ വരും. അതുകൊണ്ട് ഈ കൊഴിഞ്ഞുപോക്കും വിമതസ്വരവും സ്വതന്ത്ര ശബ്ദവും സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വവും ഒന്നും ഒരു തരത്തിലും ഇടതുമുന്നണിയെ ബാധിക്കുന്നതല്ല, ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതല്ല, കേരളത്തിന്റെ ഇടത് ചായ്വിനെ ബാധിക്കുന്നതല്ല എന്ന ഉറപ്പാണ്. ഇക്കുറിയും ഇടതുമുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നതിൽ ഈ ന്യായ അന്യായങ്ങൾ വെച്ച് തർക്കമൊന്നുമില്ല.